രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്. എന്തോ എങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് നോക്കി കളി തുടങ്ങി. എവിടെ ഇറങ്ങി എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയെ പോലെ. കൂടെ കൊടുക്കുക, അങ്ങനെ കൊടുത്തു പോട്ടെ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. നേരത്തെ പിടിക്ക് ദാസേട്ട്, കുറച്ചുകൂടി റൊമാൻസ് ഇട്ടെ. വരണടാ, ആര് റൊമാൻറ്റിക് വരണടാ, എന്റെ പെണ്ണെ ഇപ്പൊ എനിക്ക് കാണണോ? A few moments later. ദൈവമേ, ഇതൊക്കെ പരസ്യമായിട്ടും കാണിച്ചു. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഈശ്വര, എന്റെ കൺട്രോള് തെറ്റിക്കല്ലേ. ഇവന്റെയൊക്കെ ഒരു ധൈര്യം വൃത്തികെട്ടവൻ. നമ്മള് തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർ തലയുയർത്തി ഇറക്കാൻ വയ്യ. രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്. എങ്ങനെ മനസ്സിലായില്ല? സോഷ്യൽ മീഡിയ അവിടെ പറഞ്ഞു. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഞാൻ കണ്ട കമന്റ്സ് ആണ് ഞാൻ കമന്റ്സ് കണ്ടു. ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം? കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഇപ്പൊ കള്ളുപിടിച്ച ആൾക്കാർ കമന്റ് ഇടും. ഇനി ആർക്ക് വേണം വന്നേക്കുന്ന മദ്യ എന്താ പറയാ ഡിസോർഡർ ആൾക്കാർ കമന്റ് ഇടും. പല ആൾക്കാരും കമന്റ് ഇടും. ചുമ്മാ തള്ളിക്കയറി ചെന്നേക്കുവാ. അത്രയും ക്ലോസ് സീക്വൻസ് അഭിനയിച്ചുകൊണ്ട് ആൾക്കാർ ക്ലോസ് സീക്വൻസ് ആൾക്കാരൊക്കെ അവിഹിതമാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ക്ലോസ് സീക്വൻസ് അഭിനയിച്ച ആൾക്കാരൊക്കെ അവിഹിതമാണ്. ഞാനും മോളും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ക്ലോസ് ആയി റീൽസ് ചെയ്ത് നമ്മൾ അവിഹിതമാണോ? അല്ല. ആണോ? വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് നിന്ന് കയറാൻ. കമന്റുകൾ നോക്കിയിട്ടല്ല ഒരു ആങ്കർ നടത്തേണ്ടത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയാൽ റിയൽ ആണോ ഫേക്ക് ആണോ അത് നോക്കണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ആങ്കറെ കടമയാണ്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അത് കാണിച്ചോണ്ട എനിക്ക് ആ കമന്റ് എനിക്ക് കാണിച്ചോണ്ട. ആ കമന്റ് കാണിച്ചോണ്ട് അയക്കെന്തറ പ്രാന്താണ്. എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കമന്റ് ഇങ്ങനെ കണ്ടു ദാസേട്ടൻ കോഴിക്കോട്. ഇതിന്റെ അവസ്ഥ എന്ത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാനിതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. പല തെറികൾ എനിക്ക് വരും, പക്ഷെ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ആ കമന്റ് എനിക്ക് കാണിച്ചു തരും, ഞാൻ സത്യാവസ്ഥ വെളിപ്പെടുത്താം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ.